കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പാലക്കാട് പൊൽപ്പുള്ളിയിൽ കാറ് പൊട്ടിത്തെറിച്ച് ഈ 2 കുട്ടികൾ മരണപ്പെട്ടത്. അമ്മ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അപ്പോൾ ഈ മരിച്ച 4 വയസ്സുകാരി എമീലിയയുടെയും 6 വയസ്സുകാരൻ ആൽഫ്രഡിൻ്റെയും സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത്. രാവിലെ 9:30 മണി മുതൽ 10:30 വരെ പുൽപ്പുള്ളി സ്കൂളിൽ പൊതുദർശനം നടക്കും. ഉച്ചയ്ക്ക് ശേഷം എൽസിയുടെ വീടായ അട്ടപ്പാടിയിലെ താവളത്തേക്ക് കുട്ടികളുടെ മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അപകടത്തിൽ പരിക്കേറ്റ എൽസിയുടെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. അജിത് ബാബു ഉണ്ട് പാലക്കാട് നിന്ന് വിവരങ്ങളുമായി. അജിത്ത്, ഗുഡ് മോർണിംഗ്. ഏറെ സങ്കടകരമായ ഒരു അന്തരീക്ഷത്തിലാണ് അജിത്ത് നിൽക്കുന്നത് എന്ന കാര്യം എനിക്കറിയാം. ഇപ്പോൾ എങ്ങനെയാണ് ഈ സംസ്കാരത്തിൻ്റെ ക്രമീകരണങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത്? പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴാകും മൃതദേഹങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുക? ഒപ്പം എൽസിയുടെ ആരോഗ്യനില എങ്ങനെയാണ് അജിത്തെ? സേതുലക്ഷ്മി, തീർച്ചയായും അത്തരത്തിൽ നമുക്ക് ഈ നാടാകെ വേദനയോട് കേട്ട ഒരു വാർത്തയാണ്. ഒരു കുടുംബത്തിനുണ്ടായ ദുരന്തം, തുടർച്ചയായി ഉണ്ടായ ദുരന്തങ്ങൾ. അതിൽ 2 കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ട സംഭവം ആ സ്ഥലത്തൊക്കെ സന്ദർശിച്ച സമയത്തൊക്കെ തന്നെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. എത്ര ഭീകരമായ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. നാട്ടുകാർക്കൊന്നും ഇപ്പോഴും ഇത്തരത്തിൽ ഇത് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇന്ന് രാവിലെ 9:30 കൂടിയാണ് ഇത്തരത്തിൽ പൊൽപ്പുള്ളി സ്കൂളിൽ പൊതുദർശനം ആരംഭിക്കുന്നത്. 10:30 വരെയാണ്. കുട്ടികളും കൂടെ ഉണ്ടായിരുന്ന കുട്ടികളും പഠിച്ചവരുമെല്ലാം അവിടെ വെച്ച് 2 പേർക്കും അവസാനമായി യാത്രാമൊഴികൾ നൽകും. അതിനുശേഷം 10:45 മുതൽ 11 മണി വരെ ഹോളി ഫാമിലി ചർച്ച്, ചിറ്റൂരിലുള്ള ഹോളി ഫാമിലി ചർച്ചിൽ വെച്ച് പൊതുദർശനം നടക്കും. അവിടെ നിന്നാണ് അട്ടപ്പാടിയിലുള്ള എൽസിയുടെ വീട്ടിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകുക. 3 മണിക്ക് ഭവനത്തിൽ പൊതുദർശനം നടക്കും. അതിനുശേഷം 3:15 ദേവാലയ പാരിഷ് ഹാളിലും പൊതുദർശനമുണ്ട്. അതിനുശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏതാണെങ്കിലും വലിയ വേദനയോടെയാണ് നാട് ഈ 2 കുട്ടികളെയും യാത്രയാക്കുന്നത്. എൽസിയുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. പറയത്തക്ക പുരോഗതികളില്ല എന്നുള്ളത് തന്നെയാണ് നിലവിൽ ആരോഗ്യ വിദഗ്ധരും ഡോക്ടർമാരും ഒക്കെ പറയുന്നത്. കൃത്യമായി തന്നെ നമുക്കറിയാം, ഒരു 2 മാസം മുമ്പാണ് മാർട്ടിൻ, ഈ കുട്ടികളുടെ അച്ഛൻ, മരിക്കുന്നത്. ക്യാൻസർ ബാധിച്ച ശേഷമായിരുന്നു മരണം സംഭവിക്കുന്നത്. പിന്നീട് എൽസിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായ ഒരു ശസ്ത്രക്രിയയെല്ലാം കഴിഞ്ഞ് ജോലിക്ക് പോയി തുടങ്ങിയ അന്നാണ് വൈകിട്ട് കുട്ടികളെ കൊണ്ട് പുറത്തു പോയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. ഇപ്പോഴും അപകട കാരണം എന്താണെന്നുള്ളതിന് പൂർണ്ണമായൊരു വ്യക്തത എത്തിയിട്ടില്ല. മോട്ടോർ വാഹന വകുപ്പൊക്കെ ഒരു സംശയത്തിലാണുള്ളത്. ഇതിൽ ഏത് കാരണങ്ങൾ കൊണ്ടാണ് അപകടം സംഭവിച്ചതെന്ന സംശയത്തിലാണ്. പക്ഷേ നഷ്ടപ്പെട്ട ജീവൻ അത് നമുക്കൊരിക്കലും തിരിച്ച് എടുക്കാൻ കഴിയുന്നതല്ല. 2 കുഞ്ഞുങ്ങൾ, ഒരുപാട് പ്രതീക്ഷകൾ മുമ്പിലുണ്ടായിരുന്ന, ഒരുപാട് സ്വപ്നങ്ങൾ മുമ്പിലുണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങൾ, ആ നാട്ടിലാകെ ഓടിക്കളിച്ച് നടന്ന കുഞ്ഞുങ്ങൾ. അവർക്ക് അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോൾ കേരളമാകെ വേദനിക്കുന്നുണ്ട്. മറിച്ച് ആ കുടുംബത്തിൻ്റെ വേദനയിൽ പങ്കുചേരുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് നമുക്കതിലൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അത്രത്തോളം വലിയ വേദനയിലാണ് ഈ കുടുംബം. തീർച്ചയായും അജിത്ത്, എല്ലാവരും നിസ്സഹായരാണ്. അത്രമേൽ ഒരു വലിയൊരു ദുരന്തം, പറഞ്ഞ പോലെ ഒരു കുടുംബമൊക്കെ നേരിടാൻ കഴിയുന്നതിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യനെ താങ്ങാൻ കഴിയുന്നതിൽ വെച്ച് അതിൻ്റെ പരമാവധി ആയിക്കഴിഞ്ഞു ആ കുടുംബത്തിലുള്ളവർ.